വാതായനം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് സെക്കൻഡ് സെമസ്റ്റർ BSc മാത്തമാറ്റിക്സിലെ ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. ഇതിൽ ജസ്റ്റ് ഒരു ഔട്ട്ലൈനുള്ള രീതിയിലാണ് ഞാൻ എടുത്തു പോകുന്നത്. ഡീപ്പായിട്ടൊന്നും എല്ലാ പ്രോബ്ലത്തിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ പോലെ ഈ ചാപ്റ്റർ മൊത്തം കവർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒന്നാമത്തെ ടോപ്പിക്കായി ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽസ്. ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ സെൻറ്റൻസ് വായിച്ചേക്കാം. എ ഫംഗ്ഷൻ എഫ് ഈസ് ദ ആൻറ്റി ഡെറിവേറ്റീവ് ഓഫ് ഫംഗ്ഷൻ എഫ്. അതായത് നമ്മൾ ഈ ക്യാപിറ്റൽ എഫ് എന്നുള്ളൊരു ഫംഗ്ഷൻ എടുക്കുന്നത് അതെന്ന് പറഞ്ഞാൽ ഈ സ്മോൾ എഫിൻ്റെ ആൻറ്റി ഡെറിവേറ്റീവ് ആണെന്നുള്ളതാണ് പറഞ്ഞത്. അതായത് അത് ക്യാപിറ്റൽ എഫ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ സ്മോൾ എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണ്. അത് തിരിച്ച് പറഞ്ഞാൽ എങ്ങനെ പറയാം, ഡി എക്സ് ഓഫ് എഫ് ഈസ് ഈക്വൽ ടു എന്താണ്, സ്മോൾ എഫ് ഓഫ് എക്സ് ആയിരിക്കും. അത് നേരെ തിരിച്ചും ഈ രീതിയിലും വരും. ഇൻ്റഗ്രേഷൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ഡെറിവേറ്റീവ് വരും. ആ ഒരു കൺസെപ്റ്റാണ് ഈ ഒരു ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത്. അതായത് എഫ് ഈസ് ദ ആൻറ്റി ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓൺ ദ ഇൻ്റർവെൽ ഐ. നമുക്ക് തരുന്ന ഇൻ്റർവെലിനനുസരിച്ചായിരിക്കും നമ്മളിവിടെ കൊടുക്കുന്ന ഇൻ്റർവെൽസ് എന്താണോ കിട്ടുന്ന ഐക്ക് അനുസരിച്ചായിരിക്കും. അത് നമ്മളിവിടെ നോക്കുക, എഫ് ഡാഷ് എക്സ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഫോർ ഓൾ എക്സ് ഇൻ ഐ, ഇൻ്റർവെലുള്ള എക്സ്. The process of finding anti-derivative of a function is called anti-differentiation or integration. നമ്മളിങ്ങനെ കാണുന്ന ആൻറ്റി ഡിഫറൻസിയേഷന് പറയുന്ന പേരാണ് ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത്. We can view the process of operation in the function f to produce the entire family of the anti-derivative of f. ഇത് നമ്മൾ ഈ ഒരു ഇക്വേഷൻ പഠിച്ചു നോക്കുക. അതായത് ഇൻ്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് പ്ലസ് സി. അതാണ് നമ്മൾ ഈ പാഠത്തിൽ മെയിനായിട്ട് വേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. Which the read of indefinite integrals f of x with respect to x is equal to f of x plus c. അതാണ് ഈ ഒരു വേർഡ്സ് പറഞ്ഞത് മാത്രം. നമുക്ക് പിന്നെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഇവിടെ വരുന്ന സി. ഈ സി എന്ന് പറയുന്നത് സി ഈസ് ദ കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ ആണ് നമ്മൾ ഈ സീനെ ഡിനോട്ട് ചെയ്യുന്ന കാര്യം. അതായത് ദ ഫംഗ്ഷൻ എഫ് ഈസ് ദ ആൻറ്റി ഡെറിവേറ്റീവ് ഓഫ് എഫ് ആൻഡ് ദ കോൺസ്റ്റൻറ്റ് സി ഈസ് കോൾഡ് കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ. നമുക്കൊരു എക്സാമ്പിളിലൂടെ മനസ്സിലാക്കാം. ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ് ഈസ് ഈക്വൽ ടു സൈൻ എക്സ് ഈസ് ഈക്വൽ ടു കോസ് എക്സ് ആണ്. ഇനി ഡി ബൈ ഡി എക്സ് ഓഫ് മൈനസ് കോസ് എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് ഡി ബൈ ഡി എക്സ് ഓഫ് കോസ് എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് സൈൻ എക്സ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു സൈൻ എക്സ്. ഇത് ഞാനിവിടെ പറഞ്ഞ കാര്യം, ഈ സൈൻ എക്സ് എന്ന് പറയുന്നത് നമ്മളിവിടെ എന്താക്കിയെടുക്കുന്നു, ക്യാപിറ്റൽ എഫ് എക്സ്. ഇപ്പോൾ കിട്ടിയ അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്തപ്പോൾ കിട്ടിയ ആൻസർ എന്ന് പറയുന്നത് എന്താണ്, സ്മോൾ എഫ് ഓഫ് എക്സ് ആയിരിക്കും. അതേപോലെ ഇവിടെ മൈനസ് കോസ് എക്സ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ജി ഓഫ് എക്സ് ആയിരിക്കും. ഇവിടെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ എന്താണ്, സ്മോൾ ജി ഓഫ് എക്സ് എന്ന് പറയുന്നത്. അതാണ് ഹെൻസ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു സൈൻ എക്സ് ആൻഡ് ക്യാപിറ്റൽ ജി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് കോസ് എക്സ് ആൻഡ് ദ ആൻറ്റി ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു കോസ് എക്സ് ആൻഡ് ജി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു സൈൻ എക്സ് റെസ്പെക്റ്റീവ്ലി. അതായത് ആ ഒരു കാര്യം, അതായത് ഇവിടെ പറയുന്നത് ഇൻ്റഗ്രൽ സ്മോൾ എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് പ്ലസ് സി എന്നാണ് പറഞ്ഞത്. അതായത് ഇൻ്റഗ്രൽ കോസ് എസ് ഡി എക്സ് ഈസ് ഈക്വൽ ടു എന്താണ് വരുന്നത്, സൈൻ എക്സ് പ്ലസ് സി. അതേപോലെ ഇൻ്റഗ്രൽ നമ്മൾ ക്യാപിറ്റൽ എക്സ് എന്താണ് എടുത്തത്, മൈനസ് കോസ് എക്സ് ആണ്. എക്സ് ഈസ് ഈക്വൽ ടു മാറിപ്പോയിട്ടുണ്ട്. ഇൻ്റഗ്രൽ ജി ഓഫ് എക്സ് ഡി എക്സ് ഈസ് ഈക്വൽ ടു ജി ഓഫ് എക്സ് പ്ലസ് സി. അത് മാറ്റി എഴുതിയാൽ നമുക്കിവിടെ എടുത്തത് എന്താണ്, ക്യാപിറ്റൽ സ്മോൾ ജി ഓഫ് എക്സ് സൈൻ എക്സ് ആയിട്ടാണ് എടുത്തത്. അപ്പം സൈൻ എക്സ് ഈസ് ഈക്വൽ ടു എന്താ വരിക, മൈനസ് കോസ് എക്സ് പ്ലസ് സി. നമ്മൾ ഫസ്റ്റ് മൈനസ് കോസ് എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്തപ്പോൾ നമുക്ക് സൈൻ എക്സ് കിട്ടി. ഇനി നമ്മൾ അതേപോലെ സൈൻ എക്സിനെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്തപ്പോൾ നമുക്ക് കോസ് എക്സ് കിട്ടി. അപ്പോൾ നമ്മൾ കോസ് എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്തപ്പോൾ എന്ത് കിട്ടി, സൈൻ എക്സ് കിട്ടി. അതേപോലെ സൈൻ എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്തപ്പോൾ എന്ത് കിട്ടി, മൈനസ് കോസ് എക്സ് കിട്ടി. അപ്പോൾ നമ്മൾ ഇത് 2 വേ പ്രോസസ്സാണ്. നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഡിഫറൻഷ്യേറ്റ് ആ രീതിയിലാണ് ഈ ഒരു
ഇൻ്റഗ്രേഷൻ എന്നുള്ള ഭാഗം പോകുന്നത്. പിന്നെ നമ്മൾ ഇവിടെ വേറൊരു നോട്ടും കൂടി പറയുന്നുണ്ട്. അതായത് ഈ സി എന്ന് പറഞ്ഞ അതായത് ഇൻ്റഗ്രേഷൻ കോൺസ്റ്റൻ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ്റെ ഭാഗം കൂടി ശ്രദ്ധിക്കാറുണ്ട്. ഇവിടെ F1 x അതായത് F1 x = x ക്യൂബ് കിട്ടി. F2 x എന്ന് പറയുന്നത് എസ് ക്യൂബ് പ്ലസ് 3 എടുത്ത്. F3 x എന്ന് പറയുന്നത് എഫ് ക്യൂബ് പ്ലസ് 8. എന്തെല്ലാം ഇവിടെ എടുത്തത്? എക്സ് ക്യൂബ് എടുത്ത്, എസ് ക്യൂബ് പ്ലസ് 8 3 വെച്ചു, എസ് ക്യൂബ് പ്ലസ് 8 വെച്ചു. ഇനി നിങ്ങൾ നോക്കൂ, ഇതിനെല്ലാം നമ്മൾ ഇതിൻ്റെ എല്ലാം ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ എന്താണ്? ഇതിനെല്ലാം നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ എന്താണ് നമുക്ക് കിട്ടുക? ഇവിടെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 2s³ ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 3s² വരും. അതേപോലെ ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 3s² പ്ലസ് 3 എന്നുള്ളത് 0 ആവും. അതേപോലെ ഇവിടെയും 3x² പ്ലസ് 9 എന്നുള്ളത് 0 ആവും. എല്ലാത്തിൻ്റെ ഡിഫറൻസിയേഷൻ നോക്ക്, ഈക്വൽ ആയിട്ടില്ല നമുക്ക് വരുന്നത്. അതായത് f(x1)ൻ്റെയും f1x-ൻ്റെയും f2x-ൻ്റെയും f3x-ൻ്റെയും എല്ലാം ഡിഫറൻസിയേഷൻ എന്താണ്? 3x² ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? f(x1), f(x2), f(x3) f1s, f2s, f3x are all antiderivative of f(x) = 3x². In general, f(x) = x² plus c എന്നിട്ട് നമുക്ക് എടുക്കാം. അതായത് f(x) എന്താണ് എടുക്കാം? എക്സ് ക്യൂബ് പ്ലസ് സി എന്നുള്ളത് നമുക്ക് ജനറലായിട്ട് പറയാം. അതായത് പറയുന്നത് ഇവിടെ f(x) ആയിട്ട് വന്നിട്ടുള്ള നമുക്ക് എന്താണ്? 3x² ആണ്. ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താലാണ് നമുക്ക് f(x) കിട്ടുന്നത്. ഈ സാധനം f(x)നെ ഇൻ്റഗ്രേറ്റ് ചെയ്താലാണ്. അപ്പം പറഞ്ഞു 3x² ആണെന്ത്? f(x)ൻ്റെ ആൻറ്റി ഡെറിവേറ്റീവ്. അതായത് f(x1), f1x, f2x ഈ എല്ലാത്തിൻ്റെയും ആൻറ്റി ഡെറിവേറ്റീവാണ് എന്ത്? 3x² എന്നുള്ളത്. അപ്പോൾ നമുക്ക് അതിനെ ജനറലായിട്ട് പറയുന്ന ഇക്വേഷനാണ് f(x) = x³ പ്ലസ് c. നമ്മളിവിടെ c ഏത് രീതിയിലെടുക്കാം. ഇവിടെ 3 ആവാം, 9 ആവാം. അങ്ങനെ നമുക്ക് ഈ ഇഷ്ടമുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും? മാറിക്കൊണ്ടിരിക്കും. അതായത് ഈ കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ പറഞ്ഞത്. ആ 2 മാർക്കുമായിട്ട് പറഞ്ഞത്. ഇനി നമുക്ക് അടുത്ത തിയറത്തിലേക്ക് കടക്കാം. ഇഫ് എഫ് ഈസ് ദ ആൻറ്റി ഡെറിവേറ്റീവ് ഓഫ് എഫ്, അതായത് എഫ് എന്ന് പറയുന്നത് എന്താണ്? ആൻറ്റി ഡെറിവേറ്റീവ്, അതായത് ഇൻ്റഗ്രൽ എഫ് ആണ്. എഫ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എഫ് ആണെന്ന് പറഞ്ഞു. എഫ് ഈസ് ദ ആൻറ്റി ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓൺ ദ ഇൻ്റർവൽ ഐ, then every antiderivative of f on I has the form g of x is equal to f of x plus c, where c is the arbitrary constant. ആ തിയറം ജസ്റ്റ് നോക്കിയാൽ മതി. ഇനി നമുക്ക് ഇതിൻ്റെ ബേസിക്സ് റൂൾസ് ഓഫ് ഇൻ്റഗ്രേഷനിലേക്ക് കടക്കാം. പിന്നെ ഇനി ഇവിടെ വരുന്ന ബേസിക് റൂൾസ് കൃത്യമായിട്ട് നോക്കുക. അതായത് f(x) നമുക്കറിയാം f of x എന്താണ്? ഇൻ്റഗ്രൽ f of x dx ആണ്. therefore f of x d/dx of f of x. ഇത് കൃത്യമായിട്ട് ഓർമ്മിച്ച് വെക്കുക. ഇതാണ് നമ്മൾ ഇൻ്റഗ്രേഷൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യം. അപ്പോൾ നമ്മൾ d/dx of c എന്താണ്? 0 ആണ്. അപ്പോൾ നമ്മൾ ആ 0നെ നമ്മൾ ആൻസറിനെയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. ആ രീതിയിലാണ് നമ്മൾ പോകുന്നത്. ആൻസറിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇതേ വാല്യൂ കിട്ടുന്നുണ്ടോ നോക്കണം. അതായത് ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോഴാണ് ഇത് കിട്ടുന്നത്. അപ്പം ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ഇത് കിട്ടുന്നുണ്ടോ നോക്കണ്ടേ? ആ രീതി. f of c d/dx of c is equal to 0. therefore integral c of dx is equal to 0 ആകുമ്പോൾ c ആയിരിക്കും, കോൺസ്റ്റൻറ്റ് 0 ആയിരിക്കും. ഇനി d/dx of x raised to n is equal to nx raised to n-1. അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ n+1/n x raised to n+1 divided by n+1 വരും. log x-ൻ്റെ ഡെറിവേറ്റീവ് 1/x. log x-ൻ്റെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ log അല്ല 1/x-നെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ln(s) + c വരും. ഇനി ex-നെ ഡെറിവേറ്റ് ചെയ്താൽ ex വരും. ex-നെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ex + c വരും. sin x-നെ ഡെറിവേറ്റ് ചെയ്താൽ cos x വരും. cos x-നെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ sin x വരും. cos x-നെ ഡെറിവേറ്റ് ചെയ്താൽ -sin x വരും. sin x-നെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ -cos x വരും. tan x-നെ ഡെറിവേറ്റ് ചെയ്താൽ c² x വരും. c² x-നെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ tan x വരും. sec x-നെ ഡെറിവേറ്റ് ചെയ്താൽ sec x tan x വരും. sec x tan x-നെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ sec x വരും. cot x-നെ -cosec x ഇൻ്റഗ്രേറ്റ് ചെയ്ത് cosec² x-നെ മൈനസ് എടുക്കുന്നില്ല. cosec² x -cot x വരും. sec x-നെ ഡെറിവേറ്റ് ചെയ്താൽ -sec x cot x, അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ -sec x. നമുക്ക് ഏതാണ് x കിട്ടി അതിന് ഓപ്പോസിറ്റായിട്ട് നമുക്കിവിടെ കിട്ടും. മൈനസ് ചെറിയ മാറ്റം വരുന്നുണ്ടെന്ന് എഴുതും.
ഇങ്ങനെ ഇതിനെ ഡെറിവേറ്റ് ചെയ്യുമ്പോൾ ഇത് കിട്ടും, ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇത് കിട്ടും. ആ രീതിയിലാണ് പ്രോസസ്സ് നടക്കുന്നത്. ഇനി നമ്മൾ റൂൾസ് ഓഫ് ഇൻ്റഗ്രേഷൻ എന്നുള്ള രീതിയിൽ ചെറിയൊരു 2 റൂൾസ് പഠിക്കുകയാണ്. ഒന്നാമത്തെന്ന് പറയുന്നത് നമ്മൾ പണ്ട് പഠിച്ചതാണ്. സി ഓഫ് എഫ് ഓഫ് എക്സ് ഇൻ്റഗ്രൽ സി ഓഫ് എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈസ് ഈക്വൽ ടു നമ്മൾ സീന കോൺസ്റ്റൻ്റ് നമ്മളിപ്പോൾ പുറത്തെടുക്കില്ല, എഫ് ഓഫ് എക്സ് ഡി എക്സ് ഒരു റൂളാണ്. ഇനി ഇൻ്റഗ്രൽ രണ്ടാമത്തെ റൂള് ഇൻ്റഗ്രൽ എഫ് ഓഫ് എക്സ് പ്ലസ് ഓർ മൈനസ് ജി ഓഫ് എക്സ് ഈക്വൽ ടു ഡി എക്സ് ആണ്. ഡി എക്സ് ഈക്വൽ ടു എന്താ വരും? ഇൻ്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് ഓർ മൈനസ് ഇൻ്റഗ്രൽ ജി ഓഫ് എക്സ് ഡി എക്സ്. ഇത് സെപ്പറേറ്റ് ആയിട്ട് ഇൻ്റഗ്രേഷൻ സെപ്പറേറ്റ് രീതിയിൽ വരും. ഇനി നമ്മൾ അടുത്ത് നോക്കുക. ഇനിയിപ്പം ഈ ഒരു കോൺസ്റ്റൻറ്റ് ഭാഗം അതേപോലെ പ്ലസ് ഓർ മൈനസും ഒരുപോലെ ഇത് വന്നാൽ നമ്മൾ എന്ത് ചെയ്യുക? സെപ്പറേറ്റ് എടുക്കുകയും ചെയ്യണം. ഇത് ഇൻഫിനിറ്റി n വരെ എടുക്കുകയാണെങ്കിൽ, ഫൈനൈറ്റ് നമ്പറാണ് വരുന്നതാണെങ്കിൽ, n വരെ വരികയാണെങ്കിൽ നമ്മൾ ഓരോന്നിനെയും ഇൻ്റഗ്രേറ്റ് സെപ്പറേറ്റ് ഇൻ്റഗ്രേറ്റ് എഫ് ഓഫ് 2ഉം എഫ് ഓഫ് 3ഉം എഫ് ഓഫ് എക്സ് n വരെ. അതേപോലെ ഇതിനെ കൂടെ സിയും കൂടി വരുന്നതുകൊണ്ട് സി എന്ത് ചെയ്യുക? ഓരോന്നിനും പുറത്തെടുക്കുക. C1 ഇൻ്റഗ്രൽ എഫ് ഓഫ് 1 പ്ലസ് ഓർ മൈനസ് C2 ഇൻ്റഗ്രൽ എഫ് ഓഫ് 2x അങ്ങനെ പോകും. ഇനി നമ്മൾ അടുത്ത പ്രോബ്ലം നോക്കുക. ഇവാലുവേറ്റിംഗ് ദ ഫോളോയിങ് ഇൻ്റഗ്രൽ എക്സ് ക്യൂബ് മൈനസ് 2x² പ്ലസ് എക്സ് പ്ലസ് 1 എന്നുള്ളത്. ഈ ഒരു രീതിയിലുള്ള നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. നമ്മൾ സാധാരണ ഒരു ബേസിക് ആയിട്ടുള്ള പ്രോബ്ലംസാണിത്. ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എക്സ് ക്യൂബിന് എക്സ് റേസ് ടു 4/4 2x ഇത് 2x² എന്നുള്ള 2 പുറത്തേക്ക് വരും, എക്സ് ക്യൂബ് ബൈ 2 ആ ഒരു രീതിയിലാണ് വരുന്നത്. ഇതിൽ ഈ ഒരു ഭാഗവും അങ്ങനെ തന്നെ. ഇതിപ്പം അടുത്ത പ്രോബ്ലം ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് പോകാൻ പറ്റും തോന്നുന്നു, കാരണം അധികം വിശദീകരിച്ച് വരുമ്പോൾ നമ്മളെ വീഡിയോൻ്റെ ലെങ്ത്ത് കൂടും. ഇനി അടുത്തെന്ന് പറയുന്നത് 2/3 വരുമ്പോൾ 2/3 പ്ലസ് 1 എന്ന് വരും. അതുപോലെ എന്ത് ചെയ്യും? 2/3 പ്ലസ് 1 എന്നുള്ള രീതിയിൽ 2/3 പ്ലസ് 1 എന്നുള്ള രീതിയിൽ എടുക്കുക. താഴെയും 2/3 പ്ലസ് 1 എന്ന് എടുക്കുക. ആ രീതിയിൽ പോകും. പിന്നെ ഈ ഇവിടെ വരുന്നത് നമ്മൾ എന്ത് ചെയ്യുക? സെപ്പറേറ്റ് ഇവിടെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. ഇതിനെ ഓരോന്നിനും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഈ ഒരു രൂപത്തിലെടുത്തിട്ട് അതിനെ ഓരോന്നിനെയും സെപ്പറേറ്റ് ആയിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. പിന്നെ അടുത്ത 2t പ്ലസ് കോസ് 3 കോസ് ടി എന്നുള്ള ഭാഗം ഇവിടെ നോക്കുക. ഈ ഒരു സെപ്പറേറ്റ് ആയിട്ട് എടുക്കുക. എക്സ് ക്യൂബ് എക്സ് റേസ് ടു 4 ആ രീതിയിൽ വരും. നമ്മൾ നേരത്തെ പറഞ്ഞത് 2t പ്ലസ് 3 കോസ് ടി ആണ്. അപ്പോൾ 2t വരുമ്പോൾ 2 പുറത്തേക്ക് എടുക്കുക. ടി ഡി ടി പ്ലസ് 3 കോസ് ടി എന്ന് 3 വരും, കോസ് ടി വരും. കോസ് ടി ഉള്ളിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ടീനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക t²/2. കോസിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ സൈൻ ടി, അപ്പോൾ 3 സൈൻ ടി. നമ്മളിപ്പം ഇൻ്റഗ്രലിന് വാല്യൂ കൊടുത്താൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെന്നേ ഉള്ളൂ. ഇവിടെ നമ്മൾ സാധാരണ ഒരു ബേസിക് ആയിട്ട് രീതിയിൽ പറയുന്നതേ ഉള്ളൂ. ഇനി ഇവാലുവേറ്റ് ദ ഫോളോയിങ് ഇൻ്റഗ്രൽസ്. ഇൻ്റഗ്രൽ t² മൈനസ് 2t റൂട്ട് t പ്ലസ് 1 ഡിവൈഡഡ് ബൈ t². ഇവിടെ നമ്മൾ വലിയ രീതിയിലൊന്നും കണ്ട. ഇതിപ്പം ഈ ഡിനോമിനേറ്ററിലുള്ള സാധനം നമ്മൾ ഓരോന്നിനെയും സെപ്പറേറ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. t²/t² സെപ്പറേറ്റ് ഇൻ്റഗ്രൽ dx/dt മൈനസ് ഇൻ്റഗ്രൽ 2 റൂട്ട് t ഡിവൈഡഡ് ബൈ t² പ്ലസ് ഇൻ്റഗ്രൽ 1 ഡിവൈഡഡ് ബൈ t². ഇവിടെ dt ഉണ്ട്, ഇവിടെ dt ഇൻറ്റു dt ഈ ഒരു രീതിയിൽ വരും. അപ്പോൾ ഇതിന് ഓരോന്നിനായിട്ട് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. t²/t² 1 ആവും. അപ്പോൾ 1 dt എന്ന് വരുമ്പം t വരും, വെറും t മാത്രം വരും. ഇത് നമുക്ക് മാറ്റുമ്പം ഈ റൂട്ടിനെ നമുക്ക് മാറ്റി എന്തെങ്കിലും 2 പുറത്തേക്ക് വരും. ഇതിനെ റൂട്ടിനെ മാറ്റിയിട്ട് t⁻² ഡിവൈഡ് ബൈ t² എന്നുള്ള രീതിയിൽ എടുക്കണം. അപ്പോൾ എന്ത് ചെയ്യുക? ഈ t² നമ്മൾ മേലേക്ക് എടുക്കുമ്പോൾ മൈനസ് t-2 വരും. അപ്പോൾ ഇതിനെ തമ്മിൽ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ t⁻² ഇൻറ്റു t⁻² വരും. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 1/2 പ്ലസ് ഇവിടെ മൈനസ് വരുമല്ലോ, -2 അല്ലേ, മൈനസ്. അപ്പോൾ 1 - 4 ഡിവൈഡ് ബൈ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു -3/2 ആ ഒരു രീതിയിൽ. അപ്പോൾ നമുക്ക് ഇവിടെ എടുക്കാം t⁻³ എന്നുള്ള രീതിയിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അതേപോലെ ഇത് നമ്മൾ മേലേക്ക് എടുക്കുമ്പോൾ ഇൻ്റഗ്രൽ t⁻² ആയിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അങ്ങനെ ഓരോന്നായിട്ട് ഇവിടെ ടെസ്റ്റ് ചെയ്തത് അത് നമ്മൾ ഇതിനെ ഓരോന്നായിട്ട് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്ത് അതായത് t² ഇതിനോടുത്ത് അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? വെട്ടിപ്പോകേണ്ട കാര്യങ്ങൾ വെട്ടിപ്പോയി t² മേലേക്ക് എടുത്തുള്ള കാര്യങ്ങൾ ഈ സാധനം മേലേക്ക് വരുമ്പോൾ അത്
എന്നിട്ട് നമ്മൾ അതിൽ നിന്ന് പിന്നെയും നമ്മൾ സെപ്പറേറ്റ് ഇൻ്റഗ്രേഷൻ ഓരോന്നായിട്ട് ചെയ്താൽ അവിടെ ടി സ്ക്വയറും 2t നമ്മളിവിടെ വരില്ല, ഇവിടെ ടി റേസ് ടു എക്സ് അല്ല, അപ്പോൾ ടി റേസ് ടു എക്സ് പ്ലസ് 1 ഡിവൈഡ് ബൈ എക്സ് പ്ലസ് 1 വരും. അതേപോലെ തന്നെ ഇവിടെ ടി റേസ് ടു -2 + 1 ഡിവൈഡ് ബൈ -2 + 1 പിന്നെ ആ രീതിയിൽ വരും. അടുത്തെന്ന് പറയുന്നത് cos 2x ഡിവൈഡ് ബൈ cos x മൈനസ് sin x എന്നാണ്. ആ ക്വസ്റ്റ്യൻ ഇൻ്റഗ്രൽ cos 2x ഡിവൈഡ് ബൈ cos x മൈനസ് sin x ആണ് പ്രോബ്ലം dx. അപ്പോൾ നമുക്ക് cos 2xൻ്റെ ഡെഫിനിഷൻ ജനറൽ ഫോമിൽ അറിയാം. cos സ്ക്വയർ എക്സ് മൈനസ് sin സ്ക്വയർ എക്സ് ആണ് cos 2x എന്നുള്ളത്, ഡിവൈഡഡ് ബൈ പിന്നെ cos x മൈനസ് sin x എന്നുള്ളത് താഴെ അതേപോലെ തന്നെ cos x മൈനസ് sin x എന്നുള്ള രീതി കൊടുക്കുക. അതായത് cos 2xൻ്റെ ജനറൽ ഫോമുലയാണ് cos സ്ക്വയർ എക്സ് മൈനസ് sin സ്ക്വയർ എക്സ് എന്നുള്ളത്. അപ്പം cos സ്ക്വയർ എക്സ് പ്ലസ് sin സ്ക്വയർ എക്സ് = എന്താണ്? 1 ആണ്. ഇവിടെ cos 2x എന്ന് പറയുന്നത് cos സ്ക്വയർ എക്സ് മൈനസ് ആണ് വരുന്നത്, മൈനസ് sin സ്ക്വയർ എക്സ്. ഇനി നമുക്ക് cos സ്ക്വയർ എക്സ് മൈനസ് അതായത് a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നുള്ളത് a + b × a - b എന്ന് എടുക്കാം. therefore cos x plus sin x into cos x minus sin x divided by cos x minus sin x. therefore ഇതും വെട്ടിപ്പോവും. ലാസ്റ്റ് ഉള്ളത് ഇൻ്റഗ്രൽ cos x plus sin x ആയിരിക്കും വരിക. അപ്പോൾ നമ്മളതിന് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ സെപ്പറേറ്റ് ഇൻ്റഗ്രേഷൻ കൊടുക്കുക. അപ്പോൾ ഇൻ്റഗ്രൽ cos x dx പ്ലസ് ഇൻ്റഗ്രൽ sin x dx കൊടുക്കുക. അപ്പോൾ സെപ്പറേറ്റ് ഇൻ്റഗ്രേഷൻ കൊടുത്താൽ ഇൻ്റഗ്രൽ cos x എന്താണ് വരിക? ഇൻ്റഗ്രൽ cos x = sin x. sin xൻ്റെ ഇൻ്റഗ്രേഷൻ മൈനസ് cos x വരും പ്ലസ് c വരും. അപ്പോൾ ഇതാണ് നമ്മൾ ഇക്വേഷൻ ആൻസർ എന്ന് പറയുന്നത്. നമ്മൾ അടുത്ത ഒരു ടോപ്പിക്കാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഒരു ഇക്വേഷൻ പ്ലസ് അതിൻ്റെ ഒരു ഡെറിവേറ്റീവ് എന്നുള്ള ഭാഗവും വന്നാൽ നമ്മൾ ആ ഇക്വേഷന് പറയുന്ന പേരാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നുള്ളത്. ഷോർട്ടായിട്ട് ചെയ്യുന്നത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. എക്സാമ്പിൾ പറഞ്ഞുതരാം. f dash x = 3x² + 2. ഇതെന്താണ്? ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ. കാരണം എന്താ? ഇവിടെ ഒരു ഇക്വേഷൻ ഉണ്ട്, പ്ലസ് എന്താണുള്ളത്? ഡെറിവേറ്റീവ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. ഇനി നമ്മൾ അടുത്തൊരു കാര്യം കൂടി പറയുന്നതാണ് ഡിഫറൻഷ്യൽ ഇക്വേഷനും പ്ലസ് ഇനീഷ്യൽ ഒരു കണ്ടീഷനും കൂടി തരുവാണെങ്കിൽ ആ ഒരു പ്രോബ്ലത്തിന് നമ്മൾ പറയുന്ന പേരാണ് ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം എന്നുള്ളത്. ഈ രണ്ട് ടേം നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ, കാരണം നമ്മളിവിടെ അങ്ങോട്ട് ബാക്കി കാര്യങ്ങൾ പറയുമ്പോൾ നമുക്കത് കൂടുതൽ ഉപകാരപ്പെടും. ഡിഫറൻഷ്യൽ ഇക്വേഷനും പ്ലസ് ഒരു ഇനീഷ്യലായിട്ട് നമുക്കൊരു കണ്ടീഷൻ തന്നാൽ അതിനെ പറയുന്ന പേരാണ് ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് നോക്കിക്കോളൂ. f of x ഈക്വൽ ടു എന്ത് തന്നു? ഡിഫറൻഷ്യൽ ഇക്വേഷനായിട്ട് f dash x = 3x² + 2 ഒരു കണ്ടീഷൻ തന്നു. f of 0 എന്താണ്? ഇക്വേഷൻ്റെ ഉത്തരം 3 ആണ്. എന്നിട്ട് എന്താണ് കണ്ടുപിടിക്കാൻ പറയുക? f of x, അതായത് പൊസിഷൻ ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണ് ഇവിടെ കണ്ടുപിടിക്കാൻ പറയുന്നത്. നമുക്കറിയാം എന്താണ് f of x = എന്തായിരിക്കും? ഇൻ്റഗ്രൽ f dash x ആയിരിക്കും. നിങ്ങളൊന്ന് ഓർത്ത് നോക്കൂ. അതായത് നമ്മൾ f of x = x³ എന്നുള്ളതാണ്. അതിൻ്റെ f dash എന്ന് പറയുന്നത് എന്താണ്? 3x², അതിൻ്റെ ഡെറിവേറ്റീവ്. ഇനി നമുക്ക് ഈ ഒരു സാധനം കിട്ടണമെങ്കിൽ നമ്മളെന്താ ചെയ്യുക? ഈ f dash xനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുകയല്ലേ ചെയ്യുക. ഈ f dash xനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് നോക്കൂ. 3x². ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്ത് നോക്കിക്കോ. 3 പുറത്ത് വരും. x³ / 3 45. ഉത്തരം x³. അപ്പോൾ നിങ്ങൾ നോക്കൂ, നമ്മളെ f എന്നുള്ളത് ഒരു പൊസിഷൻ ഫംഗ്ഷൻ എന്ന് വയ്ക്കുക. അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ എന്ത് കിട്ടും? വെലോസിറ്റി കിട്ടും. ഇത് പൊസിഷൻ. അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്തപ്പോൾ നമുക്ക് വെലോസിറ്റി കിട്ടി. അപ്പോൾ നമുക്കിനി നമ്മൾ പ്രോബ്ലത്തിൽ വെലോസിറ്റി മാത്രമേ തന്നിട്ടുള്ളൂ എന്ന് പറയാം. അപ്പോൾ നമുക്ക് പൊസിഷനിലേക്ക് എത്താൻ നമ്മൾ എന്ത് ചെയ്യണം? ഈ വെലോസിറ്റീനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? പൊസിഷൻ കിട്ടും. ആ ഒരു കൺസെപ്റ്റാണ് ഞാനിവിടെ പറഞ്ഞത്. അതായത് f dash x = 3x² + 2 എന്ന് പറഞ്ഞ്
ഇനീഷ്യൽ കണ്ടീഷനായിട്ട് f(0) = 3 എന്ന് കിട്ടുന്നു. അപ്പോൾ നമുക്ക് f(x) ആണ് കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ f(f'(x) dx എന്നുള്ള രീതിയിൽ നമുക്കിവിടെ കിട്ടും. അപ്പോൾ നമ്മൾ ആ പ്രോബ്ലം ചെയ്ത് നോക്കിയാൽ ഇൻ്റഗ്രൽ f'(x) എന്ന് പറയുമ്പോൾ 3x² + 2 വരും. അതായത് എന്ത് വരും? 3x² + 2 dx x dx ഇവിടെ dxൻ്റെ ചെയ്താൽ എന്ത് വരും? 3x³ / 3 + 2x 3 കിട്ടി. therefore 3x³ + 2x + c നമുക്കിവിടെ c കിട്ടി. f(x) = 3x³ + 2x + c. നമുക്ക് c ആണ് ഇവിടെ കിട്ടിയത്. അപ്പോൾ നമുക്ക് ആ സീനെ മാറ്റാൻ പറ്റിയ ഒരു ഇനീഷ്യൽ കണ്ടീഷൻ കൂടി തന്നെ f(0) = 3 ആണെന്ന് തന്നു. അതായത് ഈ എക്സിൻ്റെ വാല്യൂ 0 ആകുമ്പോൾ നമുക്ക് ഈ കിട്ടുന്ന വാല്യൂ എന്താണ്? 3 ആണെന്ന് തന്നു. അപ്പോൾ f(x) നമുക്ക് 0 കൊടുക്കാം. f(x) ന് 0 = 0 കൊടുത്താൽ 0³ + 2 × 0 + c = എന്താണ് വാല്യൂ? 3 വരും. therefore 0³ 0 0 × 2 × 0 0 + c = 3. therefore c = 3 കിട്ടി. അപ്പോൾ നമുക്ക് പൊസിഷൻ ഫംഗ്ഷൻ f(x) = എന്ത് കിട്ടി? 3x³ + 2x + c അല്ലേ? സീനെ എടുത്താൽ നമുക്ക് കിട്ടി 3 കിട്ടിയില്ലേ? +3. അപ്പോൾ നമുക്ക് പൊസിഷൻ ഫംഗ്ഷൻ കിട്ടി. വെലോസിറ്റി നമുക്ക് പൊസിഷൻ ഫംഗ്ഷൻ കിട്ടി. ഇനീഷ്യൽ കണ്ടീഷൻ കൂടി തന്നെ നമുക്ക് എന്താകും? ആർബിറ്ററി കോൺസ്റ്റൻ്റായ സീൻ്റെ വാല്യൂ കിട്ടും. ഈ ഒരു കൺസെപ്റ്റ് നമ്മൾ കുറച്ച് അങ്ങോട്ട് മീൻ വാല്യൂ ആ ഭാഗത്തെല്ലാം നമ്മൾ തിയറത്തിലെല്ലാം ഉപയോഗിക്കും. അപ്പോൾ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കി. നമുക്ക് സി കിട്ടണമെങ്കിൽ ഇനീഷ്യൽ കണ്ടീഷൻ കൂടി തന്ന് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ കൂടി തന്നാൽ നമ്മൾ ആ പ്രോബ്ലത്തിന് ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യും. നമുക്ക് നോക്കാം. ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈസ് ദ ഇക്വേഷൻ ദാറ്റ് ഇൻവോൾവ് ഡെറിവേറ്റീവ് ഓർ ഡിഫറൻഷ്യൽ ആർ അൺനോൺ ഫംഗ്ഷൻ. ദ സൊല്യൂഷൻ ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആൻഡ് ഇൻ്റർവെൽ i is any function that satisfies differential equation on i. എക്സാമ്പിൾ 3x² + 2x + 5. അതായത് f(x) = നമുക്ക് എന്താക്കിയെടുക്കാം? ഇക്വേഷൻ ബൈ ഹാർട്ടാക്കിയാൽ മതി. therefore f(x) = ഇൻ്റഗ്രൽ f'(x) dx. ഇത് കൃത്യമായിട്ട് ഓർമ്മിച്ച് വെക്കും. ഇവിടെ നമ്മൾ f(0) = 3 എന്ന് പറഞ്ഞ സാധനമാണ് ഇനീഷ്യൽ കണ്ടീഷൻ. More generally, initial condition is imposed to the value of f at a number x is equal to a. Geometrically, this means that the graph of the particular solution passes through the point a f of a. The differential equation together with initial condition is called initial value problem. That's the differential equation with initial condition is called initial value problem. നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്തൊരു പ്രോബ്ലം നോക്കാം. ദ വെലോസിറ്റി ഓഫ് മാഗ്ലെ ഈസ് ദ v of t is equal to 0.2t + 3 feet/second, where t is equal to 0-നും 120-ക്കും ഇടയിലാണ്. 0 120 നമ്മൾ ഇൻ്റർവെല്ലെല്ലാം ഈ പ്രോബ്ലത്തിൽ കൂടുതലായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഭാഗമാണ്. അറ്റ് t is equal to 0, the maglev is at a station. Find the function that gives the position of the maglev at the time t, assuming that the motion takes place along the straight stretch of the track. അതായത് ട്രെയിനിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് 0.2t + 3 feet/second ആണ്. ഫീറ്റിലാണ് നമ്മൾ കൊടുത്തത്. ആ ടിൻ്റെ വേരിയേഷൻ എന്ന് പറയുന്നത് 0 to 120 ആണ്. നമ്മൾ ടി എന്ന് പറയുന്നത് 0 പൊസിഷൻ 0 ആകുമ്പോൾ ട്രെയിൻ എന്താണ്? സ്റ്റേഷനിലാണുള്ളത്. അതായത് t0 എന്ന് പറയുമ്പോൾ ട്രെയിനിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് സ്റ്റേഷനിലാണ്, അതായത് റെസ്റ്റിലാണ് ഇപ്പോൾ ട്രെയിൻ ഉള്ളത്. നമുക്കിവിടെ ചോദിച്ചത് ഫൈൻഡ് ദ ഫങ്ഷൻ ഗിവ് ദ പൊസിഷൻ ഓഫ് ദ ട്രെയിൻ അറ്റ് ദ ടൈം ടി, അസ്യൂമിങ് ദാറ്റ് ദ മോഷൻ ടേക്സ് പ്ലേസ് അലോങ് ദ സ്ട്രേറ്റ് സ്ട്രെച്ച് ഓഫ് ദ ട്രാക്ക്. അതായത് ട്രെയിൻ സഞ്ചരിച്ചു തുടങ്ങി ഒരു ടൈമിൽ അത് മൂവ് ചെയ്ത് തുടങ്ങി. അപ്പോൾ ഉണ്ടാകുന്ന ഫങ്ഷനാണ് നമ്മളിവിടെ ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ നമുക്കിവിടെ തന്നത് v of t is equal to എന്താണ്? 0.2t + 3 0 less than or equal to t less than or equal to 120 എന്നാണ്. 0ൽ t is equal to 0ൽ എന്താണ്? v of t 0 ആണ്. അതായത് മോഷനില്ല. സ്റ്റേഷനിൽ ഇപ്പോൾ ട്രെയിൻ സ്റ്റേഷനിലാണുള്ളത്. നമുക്കിവിടെ പൊസിഷൻ
ഈ ട്രെയിനിൻ്റെ പൊസിഷൻ ഫംഗ്ഷന് നമുക്ക് എക്സ് ഓഫ് ടി എന്നിട്ട് എടുക്കാം. അതിൻ്റെ വെലോസിറ്റി നമുക്ക് എന്തെടുക്കാം, വി ഓഫ് ടി എന്നെടുക്കാം. ഈ വി ഓഫ് ടി എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ പൊസിഷൻ്റെ ഡെറിവേറ്റീവ് അല്ലേ വെലോസിറ്റി എന്ന് പറയുന്നത്. അതാണ് നമുക്ക് അതും ഒരു രീതി എടുക്കാം. ഫോർ എക്സ് ഓഫ് എസ് ഡാഷ് ടി, അതായത് വി ഓഫ് ടി ഈസ് ഈക്വൽ ടു 0.2t + 3 എന്നെടുക്കാം. സിൻസ് അറ്റ് ദ ടി ഈസ് ഈക്വൽ ടു 0 ട്രെയിൻ ഈസ് അറ്റ് ദ സ്റ്റേഷൻ. അപ്പോൾ ടി 0 ആകുമ്പോൾ എന്താണ്, ട്രെയിനിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് എവിടെയാണ്, 0ലാണ്, മാറ്റമൊന്നുമില്ല. 0, അതായത് എക്സ് 0ലാകുമ്പോൾ ടി 0ലാകുമ്പോൾ അതിൻ്റെ പൊസിഷൻ എവിടെയാണ്, 0ലാണ്. അപ്പോൾ നമുക്ക് ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം ഞാൻ പറഞ്ഞു. ഇനീഷ്യൽ വാല്യൂയിൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ പ്ലസ് ഇനീഷ്യൽ കണ്ടീഷൻ വേണം. അപ്പോൾ നമുക്കിവിടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ് ഇവിടെ കിട്ടിയത്, ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈസ് ഈക്വൽ ടു എക്സ് ഡാഷ് ടി എന്ന് പറഞ്ഞാൽ എന്താണ് കിട്ടിയത്, 0.2t + 3 ആണ് കിട്ടിയത് ഇവിടെ. അതേപോലെ ഇനീഷ്യൽ കണ്ടീഷനായിട്ട് നമുക്ക് എന്ത് കിട്ടി, ടി ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എക്സ് 0 എന്ന് പറയുന്നത് എന്താണ്, 0 ആണ്. ആ ഒരു കണ്ടീഷനും കിട്ടി. അത് ടൈം 0ൽ പൊസിഷൻ എന്ന് പറയുന്നത് 0ലാണ്. അപ്പോൾ നമുക്ക് ഇതിനെന്ത് പറയാം, ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം എന്ന് പറയാം. ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടി, ഇനീഷ്യൽ കണ്ടീഷൻ കിട്ടി. ഇനി നമുക്ക് എന്താണ് വേണ്ടത്, ഇതിൻ്റെ 0ലുള്ള അത് 0ൽ നിന്ന് അത് മൂവ് ചെയ്യുമ്പോഴുള്ള പൊസിഷനാണ് കാണാൻ പറഞ്ഞത്. അതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇവിടെ വി ഓഫ് ടി എന്ന് പറയുന്നത് അതിൻ്റെ ഡെറിവേറ്റീവ് അല്ലേ, നമ്മൾ അതിൻ്റെ എക്സ് ആണ്, ഈ എക്സ് ഓഫ് ടി ആണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. ഇൻ്റഗ്രേറ്റിംഗ് ദ ബോത്ത് സൈഡ്സ് ഓൺ ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എന്താണ്, ഇൻ്റഗ്രൽ എഫ് ഡാഷ് എക്സ് ഡി എക്സ് എന്നുള്ളത് ആ ഒരു ഫോമിൽ നമ്മളിവിടെ കൺസിഡർ ചെയ്യാം. അതായത് നമുക്കിവിടെ കാണേണ്ടത് എക്സ് ഓഫ് ടി ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എക്സ് ഡാഷ് ടി ഡി എക്സ്. അത് അപ്ലൈ ചെയ്താൽ എക്സ് ഡാഷ് ടി ഈക്വൽ ടു ഇൻ്റഗ്രൽ എക്സ് ഓഫ് ടി എത്രയാണ്. അതേപോലെ നമുക്ക് ഇൻ്റർവെൽ തന്നിട്ടുണ്ട്. ഇൻ്റർവെൽ എത്രയാണ്, 0 to 120 ഇല്ലേ. ഇവിടെ തന്നിട്ടില്ല ഇൻ്റഗ്രൽ, നമ്മുടെ ഇൻ്റർവെൽ തന്നിട്ടുണ്ട്. അപ്പം ഇൻ്റഗ്രൽ 0 to 120 0.2 പ്ലസ് 2t + 3 dx. അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ ഇൻ്റർവെൽ കാരണം നമ്മൾ ഇൻ്റർവെൽ ഇവിടെ നമ്മൾ കൊടുക്കുന്നില്ല. കാരണം നമുക്ക് ഫംഗ്ഷൻ അല്ലേ കിട്ടുന്നുണ്ട്, ഫംഗ്ഷൻ്റെ രൂപത്തിലല്ലേ കിട്ടുന്നുണ്ട്, വാല്യൂ രൂപത്തിലല്ല. നമുക്കിപ്പോൾ വെലോസിറ്റീൻ്റെ വാല്യൂ ചോദിച്ചാൽ പൊസിഷൻ്റെ വാല്യൂ ചോദിച്ചാൽ നമുക്ക് പറയാം. ഇവിടെ ഫംഗ്ഷനാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇൻ്റർവെൽ ഇവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇൻ്റർവെൽ ഇല്ലാണ്ട് കണ്ടുപിടിച്ചാൽ നമുക്ക് ഫംഗ്ഷൻ്റെ രൂപത്തിൽ നമുക്കിവിടെ കിട്ടും. അപ്പോൾ ഇൻ്റർവെൽ ഇല്ലാണ്ട് കൊടുത്താൽ 0.1t², ഇതിൻ്റെ 1t², ഇത് ഇങ്ങനെ വരുന്നത് എന്നൊരു പറഞ്ഞാൽ 0.1 പുറത്ത് വരും, 0.2 പുറത്ത് വരും, ഇൻറ്റു ഇതിനെ ടീനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ t²/2, 3 സെപ്പറേറ്റ് ഇൻ്റഗ്രേഷനിൽ ഇവിടെയും വരും ഇവിടെ ഇൻ്റഗ്രേറ്റ് പ്ലസ് 3t വരും. ഇതിന് 1 വരും, ഇൻറ്റു t² പ്ലസ് 3t + c വരും. അതായത് എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എന്താണ്, 0.1t² പ്ലസ് 3t + c വരും. അപ്പോൾ നമുക്ക് അതിൻ്റെ പൊസിഷൻ ഫംഗ്ഷൻ കിട്ടി. ഇനി നമുക്ക് സി കാണണമെങ്കിൽ നമുക്ക് ഇവിടെ ഇനീഷ്യൽ കണ്ടീഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സി കാണാമല്ലോ. അതായത് ഇനീഷ്യൽ കണ്ടീഷൻ തന്നതെന്ന് പറഞ്ഞാൽ എക്സ് ഓഫ് 0ൽ എന്താണ്, 0 ആണ്. അതായത് ടി 0ലാകുമ്പോൾ, അതായത് ടൈം 0ലാകുമ്പോൾ, പൊസിഷനാകുമ്പോൾ, സ്റ്റേഷനിലാകുമ്പോൾ അവിടെയുള്ള പൊസിഷൻ ഫംഗ്ഷൻ എത്രയാണ്, 0 ആണ്. അപ്പോൾ നമുക്ക് വാല്യൂ കൊടുക്കാം. 0 ഈക്വൽ ടു 0.1 × 0² പ്ലസ് 3 × 0 പ്ലസ് therefore c is equal to 0 വരും. അത് നമ്മൾ പൊസിഷൻ അതിലേക്ക് അപ്ലൈ ചെയ്താൽ എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു 0.1t² പ്ലസ് 3t. എവിടെ തൊട്ട് എവിടം വരെയാണ്, t = 120. നമുക്കിവിടെ പൊസിഷൻ എത്രയാണ്, വെലോസിറ്റി എത്രയാണ്, വാല്യൂ ചോദിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഇൻ്റർവെൽസ് നമ്മൾ ആ ഇൻ്റഗ്രേഷനിൽ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് വാല്യൂ കണ്ടുപിടിക്കാം. ഇവിടെ പറഞ്ഞത് ഫൈൻഡ് ദ ഫംഗ്ഷനാണ്. ഫൈൻഡ് ദ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ഇൻ്റർവെൽ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇൻ്റർവെൽ അപ്ലൈ ചെയ്താൽ നമുക്ക് വാല്യൂ ആണ് കിട്ടുക, ഫംഗ്ഷൻ കിട്ടില്ല. ഫംഗ്ഷൻ കിട്ടണമെങ്കിൽ ഇൻ്റർവെൽ അപ്ലൈ ചെയ്യാതെ
നമ്മൾ സാധാ രീതിയിൽ ഫംഗ്ഷൻ കാണുകയാണ് വേണ്ടത് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട്. ഇനി അടുത്ത പ്രോബ്ലം നോക്കാം. ഇൻ ദ ബേസ്ബോൾ ഗെയിം വൺ ഓഫ് ദ ബാറ്റർ ഹിറ്റ് എ പോപ്പ്-അപ്പ്. സപ്പോസ് ദാറ്റ് ഇനീഷ്യൽ വെലോസിറ്റി ഓഫ് ദ ബോൾ വാസ് 96 feet per second. ഇവിടെയും ഫീറ്റിലാണ് പറഞ്ഞത്. ആൻഡ് ദി ഇനീഷ്യൽ ഹൈറ്റ് ഓഫ് ദ ബോൾ വാസ് 4 feet ഫ്രം ദ ഗ്രൗണ്ട്. ഫൈൻഡ് ദ പൊസിഷൻ ഫംഗ്ഷൻ ഗിവിംഗ് ദ ഹൈറ്റ് ഓഫ് ദ ബോൾ അറ്റ് എനി ടൈം t. How high did the ball go? How long did the ball stay in the air after the being struck? അതായത് നമുക്ക് ഒരു ഷട്ടിൽ ബാറ്റ് പോപ്പ് ഗെയിമാണ്. നമ്മളിവിടുന്ന് ഒരാൾ ബാറ്റ് ചെയ്യുന്നു, എന്താ പറയുക, ഗ്രൗണ്ട് സ്റ്റേറ്റ് ഇത്. ഇവിടെ നിന്ന് ഒരാളെ ഹൈറ്റ് നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പം കോക്ക് ഇവിടുന്നായിരിക്കും, ബോൾ ഇവിടുന്നായിരിക്കും പോകുന്നുണ്ടാവും. ഇവിടുന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് ആണ് എന്ത് തന്നത്, ഇവിടെ നമുക്ക് ഗ്രാഫ് പോലെ വരച്ച് ഇവിടുന്നുള്ള ഇവിടം വരെ പൊസിഷനാണ് 4 feet എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുന്ന് ബോൾ ഇവിടുന്ന് ആ ഒരു പൊസിഷൻ നോക്കുമല്ലോ, അയാൾ നിൽക്കുന്ന കയ്യിൻ്റെ ഉയരം എല്ലാം കണക്കാക്കിയിട്ട് 4 feet ആണെന്ന് പറഞ്ഞു. അവിടുന്ന് ബോൾ എറിഞ്ഞിട്ട് മേലെ എത്തിയിട്ട് അത് നേരെ ഗ്രൗണ്ടിലേക്ക് വന്നു. നമ്മൾ കോക്കെല്ലാം നമ്മൾ ബാറ്റ് ബോൾ ചെയ്യുമ്പോൾ നോക്കിയാൽ അത് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ അങ്ങ് താഴേക്ക് എത്തും, ഡയറക്ഷൻ ഇങ്ങനെ. ആ ചിത്രം മനസ്സിൽ വെക്കും. എന്നിട്ട് പറഞ്ഞത് ഇവിടെ ആ ബോളിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത്, അതായത് v(t) എന്ന് പറഞ്ഞാൽ എന്താണ്, 96 feet per second ആണ് തന്നത്. അതേപോലെ അതായത് ഇവിടെ തന്നത് ഇനീഷ്യൽ വെലോസിറ്റിയാണ്. ഇനീഷ്യൽ വെലോസിറ്റി 96 ആണ്. അതേപോലെ ഇനീഷ്യൽ ഹൈറ്റ് എന്ന് പറയുന്നത് 4 feet per second ആണ്. ഇത് 4 feet തന്നിട്ടുണ്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈൻഡ് ദ പൊസിഷൻ ഫംഗ്ഷൻ ഗിവിങ് ദ ഹൈറ്റ് ഓഫ് ദ ബോൾ അറ്റ് എനി ടൈം t. അതായത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പൊസിഷൻ ഫംഗ്ഷൻ കാണാനാണ് പറഞ്ഞത്. നമുക്കിവിടെ വെലോസിറ്റി തന്നിട്ടുള്ളൂ, പൊസിഷൻ ഫംഗ്ഷൻ കാണാനാണ് പറഞ്ഞത്. അതായത് നമുക്കിവിടെ തന്നത് ഇനീഷ്യൽ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ t = 0 ആയിരിക്കും. ഇനീഷ്യൽ വെലോസിറ്റിയാണ്, അതായത് നമ്മൾ പൊസിഷൻ ഫംഗ്ഷനെ നമ്മളിവിടെ x of t എന്നുള്ള രീതിയിൽ എടുക്കുന്നു. പൊസിഷൻ ഫംഗ്ഷൻ x0 ആണ്, x'0 ആണ് എന്ത്, 96 feet per second. അതേപോലെ x0 എന്ത്, 4 feet എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. നമുക്കിവിടെ വേറെ ഫംഗ്ഷൻ്റെ രൂപത്തിലൊന്നുമല്ല വെലോസിറ്റി തന്നത്. അപ്പോൾ നമുക്ക് ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് പൊസിഷൻ കാണാനൊന്നും പറ്റില്ല. നമുക്കിവിടെ വേറൊരു കാര്യം അറിയാം, അതായത് ബോൾ ഇവിടെ നിന്ന് എറിഞ്ഞ് താഴേക്ക് വരണമെങ്കിൽ എന്താണ്, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്നുള്ള ഒരു ഫോം അറിയാം. ആ ഒരു ഫോഴ്സ് മൂലമാണ് ഈ ബോൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് താഴേക്ക് ഗ്രൗണ്ടിലേക്ക് വീഴുന്നത്. ആ ഒരു കൺസെപ്റ്റ് വെച്ച് നമുക്കൊരു ആക്സിലറേഷൻ ഫംഗ്ഷൻ്റെ ഒരു ഫോമുല ഉണ്ടാക്കിയെടുക്കാം. അതിൽ നിന്ന് വെലോസിറ്റി കാണാം. ആ വെലോസിറ്റിയിൽ നമുക്ക് എന്ത് ചെയ്യാം, പൊസിഷൻ കാണാം. അപ്പോൾ ഒരു ചെയിൻ ബൈ ചെയിൻ ആയിട്ട് നമുക്ക് കാണാൻ പോവാം. അതായത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, എത്രയുണ്ടാവുക, 9.8 meter/second² ആണ്. ഇത് ഇവിടുന്ന് അതായത് ബോൾ മേലേക്ക് പോന്തി താഴേക്ക് വീഴുന്നതുകൊണ്ട് നമുക്കിവിടെ മൈനസ് സൈൻ എടുക്കേണ്ടി വരും. പിന്നെ നമ്മളിവിടെ മീറ്റർ അല്ല എടുത്തത്, ഫീറ്റാണ് എടുത്തത്. അപ്പോൾ നമുക്ക് ഈ മീറ്ററിനെ ഫീറ്റിലേക്ക് മാറ്റണം. അപ്പം 1 meter എന്ന് പറയുന്നത് എത്രയായിരിക്കും, 1 meter = 3.28 feet ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ 1 meter = 2.38 feet. അപ്പോൾ ദെർഫോർ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പൊസിഷൻ ഫംഗ്ഷൻ എന്ന എക്സൽ എടുത്തത്. അപ്പോൾ എക്സിനെ സെക്കൻഡ് 2 പ്രാവശ്യം ഡിറൈവ് ചെയ്താലാണ് നമുക്ക് ആക്സിലറേഷൻ കിട്ടുക, ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ. അപ്പോൾ x'(t) എന്ത് വരും, 3.28 × -9.8 എന്നിട്ട് കിട്ടും. ഫോർ ആൻസർ എത്ര വരിക, 30 - 32 feet/second² വരും. അപ്പോൾ നമുക്കിവിടെ എന്തെല്ലാം കിട്ടി, എക്സ് അല്ല, നമുക്ക് എക്സ് ആയിട്ട് രീതി എടുക്കാം. x'(t) = -332 feet/second²
അതേപോലെ എക്സ് ഡാഷ് സീറോ എന്ന് പറയുന്നത് ഇനീഷ്യൽ വെലോസിറ്റി അല്ലേ, എസ് ഡാഷ് സീറോ എന്ന് പറയുന്നത് 96 ഫീറ്റ് പെർ സെക്കൻഡ്. അതേപോലെ എക്സ് സീറോ എന്ന് പറയുന്നത് 4 ഹൈറ്റ് അല്ലേ, 4 ഫീറ്റ് എന്ന് പറഞ്ഞു. ഇത്രയും കണ്ടീഷൻ. ഇതെന്ന് പറയുന്നത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടി. ഇതൊരു ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. 2 ഇനീഷ്യൽ കണ്ടീഷൻ കിട്ടി. അപ്പോൾ നമ്മൾ ഇതിനെന്ത് പറയും? ഇതിന് ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം എന്ന് പറയും. ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം കിട്ടി നമ്മൾ എന്തൊക്കെ അറിയാം? എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എഫ് ഡാഷ് എക്സ് ഡി എക്സ് കിട്ടും. നമുക്കിവിടെ തന്നത് എഫ് ഡബിൾ ഡാഷ് ആണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അപ്പോൾ എഫ് ഡബിൾ ഡാഷ് ഈസ് ഈക്വൽ ടു എഫ് ഡാഷ് എക്സ് കിട്ടും. അതിൽ നിന്ന് എഫ് ഡാഷ് എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് എഫ് ഓഫ് എക്സ് കാണും. അപ്പം നമ്മൾ ആ ഇൻ്റഗ്രേഷനിലേക്ക് പോകാം. ഇൻ്റഗ്രൽ -32 dt ദാറ്റ് ഈസ് ഈക്വൽ ടു -32 പുറത്തേക്ക് വരുമ്പോൾ ഇൻ്റഗ്രൽ ഡി ടി വരും, ദർഫോർ ടി വരും, പ്ലസ് സി വന്നു. അതെന്താണ് നമുക്കിവിടെ കിട്ടിയത്? എക്സ് ഡാഷ് ടി ആണ് കിട്ടിയത്. അതായത് വെലോസിറ്റി നമുക്കിവിടെ കിട്ടി. ദർഫോർ നമുക്ക് വേറൊരു ഇനീഷ്യൽ കണ്ടീഷൻ തന്നിട്ടുണ്ട്. നമുക്കിവിടെ സി കണ്ടുപിടിക്കണ്ടേ? അപ്പോൾ സി കണ്ടുപിടിക്കേണ്ട ഇനീഷ്യൽ കണ്ടീഷൻ നമുക്കിവിടെ തന്നിട്ടുണ്ട്. അതായത് എക്സ് ഡാഷ് സീറോ, അതിന് ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് 96 ഫീറ്റ് പെർ സെക്കൻഡ് ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഇവിടേക്ക് അപ്ലൈ ചെയ്യാം. നമുക്കിവിടെ കിട്ടിയ ഇക്വേഷൻ, വെലോസിറ്റീൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് -32 ടി പ്ലസ് സി. വെലോസിറ്റീൻ്റെ സീറോ എന്നുള്ള കണ്ടീഷനിൽ 96 തന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഇതിലേക്ക് അപ്ലൈ ചെയ്താൽ -32, അതായത് വി ഓഫ് സീറോ ഈക്വൽ ടു -32 ഇൻറ്റു 0 പ്ലസ് സി. ഫോർ സി ഈസ് ഈക്വൽ ടു 96 വന്നു. ഈക്വൽ ടു 96 ആണ്. ഫോർ സി ഈസ് ഈക്വൽ ടു 96. അപ്പോൾ നമ്മൾ ആ വി ഓഫ് ടീൻ്റെ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്താൽ വി ഓഫ് ടി ഈസ് ഈക്വൽ ടു -32 ടി പ്ലസ് 96. അപ്പോൾ നമുക്ക് വെലോസിറ്റി കിട്ടി. വെലോസിറ്റി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇനി അടുത്ത് എന്ത് ചെയ്യണം? ആ വെലോസിറ്റി വെച്ചിട്ട് നമുക്ക് അതിൻ്റെ പൊസിഷൻ ഫങ്ഷൻ കാണണം. അതാണല്ലോ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ കാണാം. എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എക്സ് ഡാഷ് ടി ഇൻറ്റു ഡി ടി. അപ്പോൾ കിട്ടുന്നത് ഇൻ്റഗ്രൽ -32 ടി പ്ലസ് 96 ഇൻറ്റു ഡി ടി. ഇതിന് സെപ്പറേറ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത് -32 ടി സ്ക്വയർ ബൈ 2 പ്ലസ് 96 ടി പ്ലസ് സി വരും. ഇതിനെ നമുക്ക് പകുതി പൊക്കിയാൽ -16 ടി സ്ക്വയർ പ്ലസ് 96 ടി പ്ലസ് സി എന്ന് വരും. ഇതെന്താണ്? നമുക്കിവിടെ കിട്ടിയത് എന്താണ്? എക്സ് ഓഫ് ടി ആണ്. നമുക്ക് എസ് ഓഫ് ടീൻ്റെ ഇനീഷ്യൽ കണ്ടീഷൻ അറിയാം. എസ് ഓഫ് സീറോ എന്ന് പറയുന്നത് എന്താണ്? 4 ഫീറ്റാണെന്നറിയാം. അപ്പോൾ നമുക്കതിവിടെ അപ്ലൈ ചെയ്താൽ എക്സ് ഓഫ് സീറോ ഈസ് ഈക്വൽ ടു -60 ഇൻറ്റു 0 സ്ക്വയർ പ്ലസ് 96 ഇൻറ്റു 0 പ്ലസ് സി ഈക്വൽ ടു എന്ത് കിട്ടി? 4. ദർഫോർ സി ഈക്വൽ ടു 4 കിട്ടി. അപ്പോൾ നമ്മൾ ആ ഇക്വേഷനിലേക്ക് അടിപ്പിച്ചാൽ എസ് ഓഫ് ടി ഈസ് ഈക്വൽ ടു -32 അല്ല, ഈക്വൽ ടു -16 ടി സ്ക്വയർ പ്ലസ് 96 ടി പ്ലസ് 4. അപ്പോൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ നമുക്കിവിടെ കിട്ടി, പൊസിഷൻ ഫങ്ഷൻ കിട്ടി. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹൗ ഹൈ ഡിഡ് ദ ബോൾ ഗോ? എത്ര ദൂരം നമ്മളെ ബോൾ സഞ്ചരിച്ചു എന്നാണ് ചോദിച്ചത്. അതായത് എത്ര ഫീറ്റ്, ഇവിടുന്ന് 4 നിന്ന് ഇവിടെ ബോൾ ലാസ്റ്റ് എത്തിയ എവിടം വരെയാന്നുള്ള ഹൈറ്റാണ് കാണാൻ പറഞ്ഞത്. നമുക്കറിയാം ബോൾ ഈ 4 എന്നുള്ള സ്ഥലത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് വന്നാൽ ഇവിടുന്ന് നേരെ ഫ്രീലി ഫോളിംഗ് ആണ്. അപ്പോൾ ഇവിടെ എന്താണ്? വെലോസിറ്റി എന്താണ്? 0 ആണെന്നുള്ളത് കാര്യം അറിയാം. അപ്പം ആ ഒരു കണ്ടീഷൻ നമുക്കിവിടെ അപ്ലൈ ചെയ്ത് നോക്കാം. വി ഓഫ് ടി ഈക്വൽ ടു 0 അറ്റ് ഹയസ്റ്റ് പൊസിഷൻ ഓഫ് ദ ബോൾ. ബോളിൻ്റെ ഹയസ്റ്റ് പൊസിഷനിൽ വെലോസിറ്റി 0 ആയിരിക്കും.
വെലോസിറ്റി 0 എന്ന് പറഞ്ഞാൽ അതായത് എസ് ഡാഷ് ടി ഈസ് ഈക്വൽ ടു എസ് ഡബിൾ ഡാഷ് എക്സ് ഡാഷ് ടി ഈക്വൽ ടു 0 ആണ്. എസ് ഡാഷിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം എന്താണ്, -32 ടി പ്ലസ് 96 ഈക്വൽ ടു എന്താണ് 0 എന്നാണ് തന്നത്. ദെർഫോർ നമുക്ക് ആ രീതിയിൽ ഒന്ന് നോക്കി നോക്കും. -32 ടി ഈക്വൽ ടു 96 ഇപ്പുറത്തേക്കുമ്പോൾ -96. Therefore t is equal to 96/32. Therefore t is equal to 3 വരും. അപ്പോൾ ടൈം ഇവിടെ നിന്ന് ഇവിടേക്ക് എത്തുമ്പോഴുള്ള ടൈം എന്ന് പറയുന്നത് എത്രയാണ്, 3 ആണ് കിട്ടി. നമുക്ക് ഹൈറ്റാണ് കാണാൻ പറഞ്ഞത്. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ടീൻ്റെ വാല്യൂ നമ്മൾ പൊസിഷൻ ഫംഗ്ഷനിലേക്ക് അപ്ലൈ ചെയ്താൽ നമുക്ക് എത്ര ഹൈറ്റ് കിട്ടിയെന്ന് കിട്ടിയല്ലോ. അപ്പോൾ x(3) ഈസ് ഈക്വൽ ടു എന്താണ് -16 ഇൻറ്റു ടി സ്ക്വയർ അല്ലേ, -16 ഇൻറ്റു 3 സ്ക്വയർ പ്ലസ് 96 ഇൻറ്റു 3 പ്ലസ് 4 വരും. ദെർഫോർ കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത് 148 ഫീറ്റാണ്. അപ്പോൾ ഇവിടെയുള്ള പൊസിഷൻ എന്ന് പറയുന്നത് ഹൈറ്റ് എന്ന് പറയുന്നത് ഇവിടുന്ന് ഇവിടേക്ക് 148 ആണ്. ഹയസ്റ്റ് പൊസിഷൻ എന്ന് പറയുന്നത് 148 ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കും. ഹൗ ലോങ് ഡിഡ് ദ ബോൾ സ്റ്റേ ഇൻ ദ എയർ ബീയിങ് സ്ട്രക്ക്. അതായത് നമ്മൾ ഇവിടെ നിന്നുള്ള ബോൾ ഇവിടേക്ക് എത്തി പിന്നെ താഴേക്ക് വന്നല്ലേ. അപ്പോൾ ഇവിടുന്ന് ഇവിടെ ഈ ഹയസ്റ്റ് പൊസിഷനിൽ എത്തിയിട്ട് താഴേക്ക് ആ ഒരു എത്ര ടൈം ഈ ബോൾ ഈ ഹയസ്റ്റ് പൊസിഷനിൽ നിന്നു എന്നാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. അതായത് ഇവിടെ ചോദിക്കുന്നത് ടൈം ഈ പൊസിഷനിലുള്ള എത്ര ടൈം ഇവിടെ ബോൾ സ്റ്റേ ചെയ്തു എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എത്ര ടൈം നമ്മൾ ആ ബോൾ ആ ഹൈ പൊസിഷനിൽ നിൽക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്കറിയാം ഹൈ പൊസിഷൻ്റെ പൊസിഷൻ 0 ആയിരിക്കും. അതായത് S(t) എന്താണ് 0 ആയിരിക്കും. കാരണം അത് ഫ്രീലി ഫോളിങ് അല്ല, അവിടെ പൊസിഷൻ ഉണ്ടാവില്ല. അപ്പോൾ 0 ആയിരിക്കും. ആ ഒരു രീതിയിൽ നമ്മൾ x(t) ഈക്വൽ ടു -16 ടി സ്ക്വയർ പ്ലസ് 96 ടി പ്ലസ് 4 ഈക്വൽ ടു 0. മൈനസിന് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതുപോലെ ഇതിനെ സിംപ്ലിഫൈ ചെയ്യുകയും ചെയ്താൽ 4 ടി സ്ക്വയർ പ്ലസ് അല്ല, നമ്മൾ മൈനസ് ത്രൂ ഔട്ട് ചെയ്യുന്നില്ലേ. അപ്പോൾ ടി സ്ക്വയർ -96 അല്ല, സോറി -24 ടി -1 ഈക്വൽ ടു 0. അതായത് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാമല്ലോ. അപ്പോൾ നമുക്ക് b² - 4ac എന്നുള്ള രൂപത്തിൽ ഇക്വേഷൻ രൂപത്തിലെടുത്താൽ t ഈസ് ഈക്വൽ ടു 24 + or - റൂട്ട് 24² - 4 × 4 × 1 ഡിവൈഡ് ബൈ 2 × 4. അപ്പോൾ നമുക്ക് ഈക്വൽ ടു എന്തായിട്ട് വരും, -0.04 അല്ലെങ്കിൽ +6.04 എന്നുള്ള രീതിയിൽ കിട്ടും. അപ്പോൾ നമുക്ക് എന്തായാലും ടൈം നെഗറ്റീവ് ആവില്ലല്ലോ, പോസിറ്റീവ് അല്ല. അപ്പോൾ നമുക്ക് ഇതെല്ലാം എടുക്കാനാവും. ടി മസ്റ്റ് ബി പോസിറ്റീവ്. ദെൻ സി ദാറ്റ് ബോൾ മസ്റ്റ് ബി ഗ്രൗണ്ട് വെൻ ടി അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 6.04. Therefore, after the ball was struck, the remained in the air for approximately 6 seconds. നമ്മൾ ആ ബോൾ അവിടെ സ്ട്രൈക്ക് ചെയ്ത് നിൽക്കുന്നതാണ് പറഞ്ഞത്.